ഫ്രഞ്ച് ഗ്രാമമായ റോക്കാമഡൂറിലെ ജനങ്ങളുടെ ജീവിതവുമായും സംസ്കാരവുമായും ഇടകലർന്നിരുന്ന ഒരു വാൾ ഉണ്ടായിരുന്നു. 100 അടി പൊക്കമുള്ള കുന്നിന്റെ പാറയിൽ 1300 വർഷത്തോളമായി തറച്ചുനിന്ന ഡുറാൻഡൽ വാൾ. നിരവധി സഞ്ചാരികൾ ഇത് കാണുന്നതിന് മാത്രമായി അവിടെ എത്താറുണ്ട്. എന്നാൽ അനവധി ഐതിഹ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്ന മാന്ത്രിക ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ വാൾ ഇപ്പോൾ മോഷണം പോയിരിക്കുന്നു. ദി ടെലഗ്രാഫിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ഡുറാൻഡൽ വാൾ പാറയിൽ നിന്നും ഒരു ചങ്ങലയാൽ ബന്ധിപ്പിച്ചിരുന്നതായി പറയുന്നു. എന്നിട്ടും എങ്ങനെയായിരിക്കും ഇത് മോഷണം പോയതെന്ന ദുരൂഹത തുടരുകയാണ്. ഡുറാൻഡൽ വാളിന്റെ മാന്ത്രിക ഗുണങ്ങൾ 11ാം നൂറ്റാണ്ടിലെ ഇതിഹാസ കാവ്യമായ ദി സോങ് ഓഫ് റോളണ്ടിൽ വിവരിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് സാഹിത്യത്തിലെ ഏറ്റവും പഴയ കൃതിയാണിത്. ടെലഗ്രാഫ് പറയുന്നത് പ്രകാരം ഓക്സ്ഫോർഡിലെ ബോഡ്ലിയൻ ലൈബ്രറിയിൽ ഇതിന്റെ അവശേഷിക്കുന്ന ഒരേയൊരു കോപ്പി സൂക്ഷിച്ചിട്ടുണ്ട്. വാളിന് പിന്നിലെ ഐതിഹ്യം ഇങ്ങനെയാണ്. മുൻ റോമൻ ചക്രവർത്തിയായിരുന്ന ചാർലി മെയിനിന് ഒരു മാലാഖ സമ്മാനിച്ചതാണ് ഡുറാൻഡൽ വാൾ. നിരവധി മാന്ത്രിക ശക്തികൾ ഉണ്ടായിരുന്ന ഈ വാളാകട്ടെ രാജാവ് തന്റെ മികച്ച സൈനികനായ റോളണ്ടിന് സമ്മാനിച്ചു. അങ്ങനെ റോളണ്ട് റോൺസെവോക്സ് പാസ് യുദ്ധത്തിൽ തന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനു മുൻപ് ഇത് ശത്രുക്കൾ കൈവശമാക്കാതിരിക്കുന്നതിനായി വാൾ പാറയിൽ കുത്തി നശിപ്പിക്കുവാൻ ശ്രമിച്ചുവത്രേ. എന്നാൽ ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് അദ്ദേഹം വാൾ വായുവിലേക്കെറിഞ്ഞു. ഡുറാൻഡൽ വാൾ 100 കണക്കിന് മൈലുകൾ സഞ്ചരിച്ച് റോക്കാമഡോറിലെ പാറക്കെട്ടിൽ ചെന്ന് കുടുങ്ങി എന്നാണ് കഥ. ഐതിഹ്യമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും മൂർച്ചയുള്ളതും നശിപ്പിക്കാനാവാത്തതുമായ വാളായാണ് ഇതിനെ പ്രദേശവാസികൾ കാണുന്നത്. ഒരൊറ്റ അടികൊണ്ട് പോലും എത്ര കട്ടിയുള്ള കല്ലും പിളർത്താൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ വാൾ ഗ്രാമത്തിലുള്ളവർക്ക് മോഷണം പോയത് തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടുവെന്ന തോന്നലാണുണ്ടാക്കുന്നത്. നഗരം തകർന്നതായി തോന്നുന്നുവെന്നാണ് മേയർ ലെൻഫെന്റ് ഒരു ഫ്രഞ്ച് പത്രമായ ലാ ഡെപെച്ചിനോട് പ്രതികരിച്ചത്. ഞങ്ങൾക്ക് ഡുറാൻഡൽ നഷ്ടപ്പെടാൻ പോകുന്നു. നൂറ്റാണ്ടുകളായി ഇത് റോക്കമഡോറിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇവിടെ സന്ദർശിക്കുമ്പോൾ സഞ്ചാരികൾക്ക് അത് ചൂണ്ടിക്കാണിക്കാത്ത ഒരു ഗൈഡുമില്ല, മേയർ പറയുന്നു. അതിനാൽ വാളിന്റെ പിന്നിലുള്ള കഥ ഒരു ഐതിഹ്യമോ ഇതിഹാസമോ ആണെങ്കിൽ പോലും ഡുറാൻഡൽ വാളിന്റെയും റോക്കമഡോർ ഗ്രാമത്തിന്റെയും വിധി ഒരുപോലെ കെട്ടുപിണഞ്ഞിരിക്കുകയാണെന്ന് മേയർ കൂട്ടിച്ചേർത്തു.